വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. ഹിന്ദു ദേവീ ദേവന്മാരെ ലൈംഗികമായി അധിക്ഷേപിച്ച സമസ്ത നേതാവ് ഉമർ ഫൈസി മുഖം ശിവനെയും പാർവതിയെയും അവഹേളിച്ചുകൊണ്ടാണ് ഉമർ ഫൈസി മുഖത്തിന്റെ വിവാദ പരാമർശം. മലപ്പുറം അരീക്കോട് നടന്ന ആദർശ സമ്മേളനത്തിലാണ് മോശം പരാമർശം നടത്തിയത്. മദ്രസാദൻ ആരാധനാലയങ്ങൾ സംബന്ധിച്ചൊക്കെയുള്ള പ്രശ്നങ്ങൾ ആരാധനാലയങ്ങൾ ഓരോന്നും ഇങ്ങനെ ഉത്തരേന്ത്യയിലൊക്കെ ഓരോ പള്ളിയും പിന്നെ അത് പണ്ട് അവിടെ ശിവന് പാർവതിന്റെ പറഞ്ഞിട്ടിങ്ങനെ ഓരോന്നും ഇങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അതിനനുസരിച്ച് കോടതി പറയും ചെയ്യാണ് സർവേ നടത്തണം. അതാണ് സ്ഥിതി. കൂടുതൽ വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, ഹിന്ദു ദേവീ ദേവന്മാരെ ലൈംഗികമായി അധിക്ഷേപിച്ചുകൊണ്ട് സമസ്ത നേതാവ് ഉമർ ഫൈസി മുഖം നടത്തുന്ന പ്രസംഗമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അങ്ങേയറ്റം വികലമായ ഭാഷയിലാണ് ഉമർ ഫൈസി മുഖത്തിന്റെ ഈ പരാമർശം. ഇതിനോടകം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉയർന്നു കഴിഞ്ഞു. മറ്റു വിവരങ്ങൾ? തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈന്ദവ വിശ്വാസങ്ങളെ ഒന്നടങ്കം അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രസംഗം തന്നെയാണ് ഉമർ ഫൈസി മുഖം നടത്തിയിരിക്കുന്നത്. മലപ്പുറം അരീക്കോട് നടന്ന ആദർശ സമ്മേളന വേദിയിലാണ് അദ്ദേഹം ശിവനും പാർവതിയെയും അവഹേളിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം നടത്തിയത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്നുള്ള സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് അലയടിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. നമുക്കറിയാം, ഈ വഖഫ് അധിനിവേശവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ ഹിന്ദു സമൂഹത്തെ വേട്ടയാടുന്ന ഒരു രീതി തന്നെയാണ് കണ്ടുവരുന്നത്. അതിനോടനുബന്ധിച്ചാണ് ഇത്തരത്തിൽ പല വേദികളിലും പൊതുസമൂഹങ്ങളിലടക്കം ഹിന്ദു സമൂഹത്തെ വലിയ രീതിയിൽ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ നടക്കുന്നത്. അത്തരത്തിലൊരു പ്രസംഗമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെയും വലിയ ചർച്ചയായി വന്നിരിക്കുന്നത്. സാദിഖ് അലി തങ്ങൾ അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം ഈ അയോധ്യ വഖഫ് ഭൂമിയാണെന്ന തരത്തിലുള്ള പ്രസ്താവനയൊക്കെ തന്നെയും ഇറക്കിയിരുന്നു. ഇതിനെതിരെയൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിന്റെ ഭാഗമായി അത്തരത്തിൽ ആദർശ സമ്മേളനം മലപ്പുറത്ത് നടന്ന സമയത്താണ് ഉമർ ഫൈസി മുഖത്തിന്റെ വിവാദമായ പരാമർശം വന്നിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതിൽ ശിവനും പാർവതിയും, അതായത് ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് മേലുള്ള ഒരു കടന്നുകയറ്റമായി തന്നെ ഈ പരാമർശത്തെ നാം നോക്കിക്കാണേണ്ടതുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിൽ ലൈംഗികമായ വാക്കുകൾ ഉപയോഗിച്ചുള്ളൊരു പ്രസംഗം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ആ പ്രസംഗത്തിൽ അത് വളരെ വ്യക്തമായി തന്നെ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇതിനെതിരെ വലിയൊരു രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നത്, ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നത്. രോഹിണി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രത്യേകമായി പറഞ്ഞാൽ ഒരു വിഭാഗത്തെ മാത്രം കേന്ദ്രീകരിച്ച് പൊതുസമൂഹത്തിൽ കൊണ്ടുവന്ന് വേട്ടയാടുന്ന ഒരു സമീപനം സ്വീകരിക്കുകയാണ് ഈ സമസ്ത മുസ്ലിം ലീഗ് നേതാക്കൾ എന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമായി പറയാൻ കഴിയും. ആദർശ സമ്മേളന വേദിയിൽ ഇത്തരത്തിലൊരു പ്രസംഗം നടത്തി അതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർന്നു. പ്രത്യേകിച്ച് ഹൈന്ദവ ദൈവങ്ങളെ ശിവനും പാർവതിയെയും വിഷയമാക്കി സംസാരിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ലൈംഗികമായ ഒരു അധിക്ഷേപം ഉമർ ഫൈസി ഉയർത്തിയിരിക്കുന്നത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. രോഹിണി, ദിസ്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ വശങ്ങളും സമകാലിക സംഭവങ്ങളും പറയുമ്പോൾ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരമാണ് ഈ സമുദായ നേതാവ് മറ്റ് മതസ്ഥരെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത്. പ്രത്യേകിച്ച് ഹിന്ദു ദേവീ ദേവന്മാരെ അങ്ങേയറ്റം മോശമായ ഭാഷയിലൂടെ സംസാരിക്കുന്നതിലൂടെ അദ്ദേഹം സ്വന്തം മതത്തെ തന്നെയല്ലേ അവഹേളിക്കുന്നത്? കാരണം ഇതര മതക്കാരെ ഈ രീതിയിൽ അവഹേളിച്ച് സംസാരിക്കാമെന്നുള്ളതിന് അവകാശം ആരാണ് നൽകുന്നത്? തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ അല്ലെങ്കിൽ ഈ അടുത്ത് നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകളിലൊക്കെ തന്നെയും ഹൈന്ദവ സമൂഹത്തിന് നേരെയുള്ള വലിയ രീതിയിലുള്ള കടന്നുകയറ്റം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വഖഫ് വിഷയത്തിലൊക്കെ തന്നെയാണെങ്കിലും വലിയ രീതിയിൽ ഹൈന്ദവ അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് നേരെയുള്ള ഒരു കടന്നുകയറ്റമായി തന്നെ നമുക്ക് പറയാൻ കഴിയും. നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ പൊതുനിരത്തിലാണ് ഇത്തരത്തിൽ ഒരു മതത്തിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഹനിക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ പൊതുസമ്മേളനത്തിൽ വെച്ച് നടത്തുന്നത്. അത്തരത്തിലൊരു പ്രസംഗം തന്നെയാണ് ഉമർ ഫൈസി മുഖം നടത്തിയിട്ടുള്ളത്. അതും ഹൈന്ദവ വിശ്വാസപ്രകാരം ഏറ്റവും കൂടുതൽ ആളുകൾ ആരാധിക്കുന്നതും വിശ്വസിക്കുന്നതുമായ ശിവനും പാർവതിയും, അത്തരത്തിൽ പാർവതിയുടെ അതായത് പാർവതിയെ സംബന്ധിച്ച ലൈംഗികമായ ഒരു പദപ്രയോഗം അദ്ദേഹം നടത്തുന്നുണ്ട്. ആ ഒരു പദപ്രയോഗം ഉപയോഗിച്ച് പള്ളികൾ പൊളിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ പരാമർശം എന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമായി തന്നെ തികച്ചും ആസൂത്രിതമായ ഒരു പരാമർശം, ബോധപൂർവമായ ഒരു പരാമർശം, ഹിന്ദു ദേവീ ദേവന്മാരെ അവഹേളിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം നടത്തിയതാണ് ഈ പരാമർശം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു.
തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഹിന്ദു സമൂഹത്തിന് നേരെയുള്ള ഒരു കടന്നുകയറ്റമായി തന്നെ ഈ പരാമർശത്തെ നോക്കിക്കാണേണ്ടതുണ്ട്. വലിയ രീതിയിൽ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസംഗത്തിനെതിരെ ഉയർന്നു വരുന്നത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ നാൾ വഴികളൊക്കെ തന്നെയും പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ പൊതുസമൂഹത്തിൽ വെച്ച് ഹിന്ദു ദേവീദേവന്മാരെ ഒക്കെ തന്നെയും വലിയ രീതിയിൽ അവഹേളിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. പ്രധാനമായും ഹൈന്ദവ വിശ്വാസ പ്രകാരം ആരാധിക്കുന്ന ശിവനെയും പാർവതിയെയും പൊതുസമൂഹത്തിൽ കൊണ്ടുവന്ന് അത്തരത്തിൽ ലൈംഗിക ചുവയോടെ പ്രസംഗം നടത്തുകയും ആ പ്രസംഗം നടത്തി വലിയ രീതിയിൽ വിവാദ പരാമർശം സൃഷ്ടിക്കുവാനുള്ള ഒരു ശ്രമം തന്നെ നടത്തിയതായി തന്നെ നമുക്ക് ഈ പ്രസംഗത്തിൽ നിന്ന് പരിശോധിച്ചാൽ പറയാൻ കഴിയും. നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ആ പ്രസംഗത്തിൽ അദ്ദേഹം ഉപയോഗിച്ച വാക്ക് എന്താണെന്ന് നമുക്ക് സമൂഹത്തിന് മുന്നിൽ പറയാൻ കഴിയില്ല. കാരണം അതിന് സമൂഹത്തോട് നമുക്ക് ചില പ്രതിബദ്ധത ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായുണ്ട്. വിവിധ സംഘടനകളുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ പ്രസംഗത്തിന്റെ പേരിൽ ഉയർന്നു വരുന്നത്. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈന്ദവ സമൂഹത്തിന് നേരെ ഉയർന്നു വരുന്ന ഒരു അതിക്രമമായി തന്നെ നമുക്ക് ഈ പ്രസംഗം കാണണം. കഴിഞ്ഞ തവണ സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെ ഈ അയോധ്യ വിഷയത്തിൽ വഖഫ് ഭൂമിയാണെന്ന പ്രസ്താവന നടത്തിയിരുന്നു. ഇതിനെതിരെയും വ്യാപകമായി വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ മലപ്പുറത്ത് അരീക്കോട് ആദർശ സമ്മേളന വേദിയിലാണ് ഉമർ ഫൈസി മുക്കം ഇത്തരത്തിലുള്ള ഒരു വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത്. രോഹിണി. അതെ ദിസ്ന, അതുമാത്രമല്ല ഇത് ബോധപൂർവമായ ഒരു പരാമർശം എന്നുള്ള വിമർശനങ്ങൾ ഉയരുന്നതിനിടെ തന്നെ ഹിന്ദു സംഘടനാ ഭാഗത്തു നിന്നും ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഉയർന്നിരിക്കുന്നത്. ഇതിനെതിരെ പ്രതികരിക്കുമെന്ന് ശക്തമായ ഭാഷയിൽ തന്നെയാണ് നിലപാട് എടുത്തിരിക്കുന്നത്. തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അത് ഒരു മതവിഭാഗത്തെ മാത്രം കേന്ദ്രീകരിച്ചല്ല, ഓരോരുത്തരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണത്. അത്തരത്തിൽ അവർ വിശ്വസിക്കുന്ന ദൈവങ്ങളെ പൊതുസമൂഹത്തിൽ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളുടെ ഉള്ളിൽ വലിയ രീതിയിൽ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു, അതായത് എല്ലാ മതങ്ങളും ഒന്നാണെന്ന് പറയുന്നവർ തന്നെ ഇത്തരത്തിൽ മതങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആളുകൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അത്തരത്തിലൊരു പ്രസംഗം തന്നെയാണ് ഉമർ ഫൈസി മുക്കം ഇന്നലെ ആദർശ സമ്മേളന വേദിയിൽ നടത്തിയത്. ഇതിനെതിരെ ഹൈന്ദവ സംഘടനകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അയോധ്യ വിഷയം വന്നപ്പോഴും സാദിഖ് അലി തങ്ങളടക്കം അത് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞിരുന്നു. അതായത് കോടതി വിധി കൊണ്ട് മാത്രമാണ് ആ ഭൂമി വിട്ടുകൊടുത്തതെന്ന ഒരു കാര്യം അദ്ദേഹവും വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ ഈ ഹൈന്ദവ സമൂഹങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഇത്തരം പ്രസംഗങ്ങൾക്കെതിരെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ഹൈന്ദവ ദൈവങ്ങളെ വലിച്ചിഴച്ചുകൊണ്ട് നടത്തുന്ന ലൈംഗിക ചുവയോടുകൂടിയ പ്രസംഗങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ് രോഹിണി ഉയർന്നു വന്നിട്ടുള്ളത്. ശരി, ഹിന്ദു ദേവീ ദേവന്മാരെ അധിക്ഷേപിച്ച സംസ്ഥാന നേതാവ് ഉമർ ഫൈസി മുക്കം ശിവനെയും പാർവതിയെയും ലൈംഗികമായി അധിക്ഷേപിക്കുന്ന വിവാദ പരാമർശമാണ് അരീക്കോട് ആദർശ സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.